ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ലൈനറൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറൊക്കെ കിടക്കുന്നത് നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ മോശമാണ്, അതായത് ഈ സൈഡിലെ ലൈനിൽ നോക്കണ്ട, സെൻട്രലിലുള്ള അതിൻ്റെ മെയിൻ ഗ്രിപ്പുകളൊക്കെ തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ കാണുന്നത് കേട്ടോ, അതൊക്കെ മാഞ്ഞു, ചില ഭാഗങ്ങളിൽ ആ ലൈനൊന്നും കാണാത്തൊരു സ്ഥിതി ആയിട്ടുണ്ട്. അപ്പോൾ ടയർ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ, വേറെ കാര്യമായിട്ടുള്ള പഴക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്, അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് ചെക്ക് ചെയ്തു, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടണുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൽ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് വന്നുണ്ട്. ആ കൂട്ടത്തിൽ കൂടെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നൊരു വീലിന് തേയ്മാനമുള്ളതാണ്, അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഓയിലൊക്കെ ലെവൽ കുറഞ്ഞ് പോകണ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീല് പ്രോബ്ലം ഉള്ളതാണ് അതിൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ അത് നമ്മൾ 1-2 സർവീസിൽ നമ്മൾ പറഞ്ഞേക്കണതാണ് മാറ്റണ കേസ്. അത് എഞ്ചിൻ ഫുള്ളായിട്ട് ചെയ്യണ കൂട്ടത്തിൽ കൂടെ അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് പോകേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് നമ്മൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുതിയ പ്ലഗ്ഗാണ്, പക്ഷേ നമുക്ക് അതിനകത്ത് സംഭവിച്ചാൽ അതിൻ്റെ കറക്റ്റ് ആ പോയിൻ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനകത്ത് നല്ല രീതിയിൽ കരിയാണ്, അതായത് ഓയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ. പറയാൻ കാരണം എന്താ വെച്ചാൽ എഞ്ചിനിലുള്ള ഓയിലിൻ്റെ അളവാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം നമുക്കൊരു 300 മില്ലി ഓയിലുള്ളൂ, ശരിക്കും 800 മില്ലിയാണ് വേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഒരു 1/2 ലിറ്റർ ഓയിൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ഓയിലിനകത്തേക്ക് അത് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട, പുതിയ ഓയിൽ മാറ്റി ഒഴിക്കുക. കാരണം ഇത് ഇടയ്ക്ക് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ടോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മാറ്റിയിട്ട് പുതിയ ഓയിൽ ആക്കണുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കാരണം നമുക്ക് ഓയിൽ കത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ 3-4 പ്രാവശ്യമായി പറയണം. അതിൻ്റെ എഞ്ചിൻ ഹെഡിനകത്ത് വരുന്ന സിലിണ്ടറിൻ്റെ കംപ്ലയിൻ്റാണ്, സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റ് ആയിട്ടാണ് ആ പ്രോബ്ലം വരാം. അത് മേജറായിട്ട് ഒരുപാടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടയ്ക്കെപ്പോഴെങ്കിലും അത് അഴിച്ച് നോക്കി ആ സിലിണ്ടർ പിസ്റ്റൺ മാത്രമാണ് കുഴപ്പമുള്ളതുകൊണ്ട് അത് കൈയോടെ ക്ലിയർ ചെയ്ത് വിടുകയാണെങ്കിൽ ആ ചിലവിൽ കഴിഞ്ഞ് പോകും. നേരെ മറിച്ച് ഇതേപോലെ ഓയിൽ ലെവൽ കുറഞ്ഞു കൊടുക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിനൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി മാറ്റുമ്പോൾ നമുക്ക് ഇച്ചിരി കോസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും കയറ്റി ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ്, ഇതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. കാരണം അത് സ്പോഞ്ച് മോഡലാണ്, ഫോം ടൈപ്പാണ്, അത് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്, അതൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്, ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, സ്വിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 12.74 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ബാറ്ററി ഇതിൽ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നിലവിൽ അതിൻ്റെ റെഡ് സിഗ്നലാണ് വന്നേക്കണേ. 2023 മോഡൽ ബാറ്ററിയാണ് അതും ഇരിക്കണ ബാറ്ററി. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് വോൾട്ട് ഉണ്ടെങ്കിലും ടെസ്റ്റിൽ ഫെയിൽഡായിട്ടാണ് കാണിച്ചാണ്. നിലവിൽ സെൽഫിൻ്റെ പ്രശ്നമൊന്നുമില്ല, മാക്സിമം ഉപയോഗിക്കുക. അതിനുശേഷം എന്താ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിലവിൽ ഞാനൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, കാരണം എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു ലീക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിക്കാൻ നിൽക്കണ്ട, കാരണം ഞാൻ എന്തായാലും നമുക്ക് അതിൻ്റെ സിലിണ്ടർ ഹെഡൊക്കെ അഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരുന്നതാണ്, കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.